ഇപ്പോൾ ചില പുതിയ പരമ്പരകൾ ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയും സർക്കാരും തമ്മിൽ തർക്കമുണ്ട്, മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിൽ തർക്കമുണ്ട്, മുഖ്യമന്ത്രിയും നേതൃത്വം തമ്മിൽ തർക്കമുണ്ട് എന്ന പുതിയ പ്രതീതി നിർമ്മാണത്തിൻ്റെ ശ്രമം പരമ്പരയായിട്ട് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഞങ്ങളെല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ പാർട്ടിക്ക് മുമ്പിൽ യാതൊരു വിധത്തിൽ ആശയക്കുഴപ്പങ്ങളുമില്ല. കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പരിശോധിച്ചു. ഗവൺമെൻറ് മുൻപിൽ വന്ന പരാതി ഇപ്പോൾ ഇത്രയും ശക്തമായ ആക്ഷേപം ഉന്നയിച്ചാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാതികളിൽ ശരിയായ പരിശോധന തന്നെ നടക്കണം എന്നാണ് പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാട്. അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ കർക്കശമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ പാർട്ടിക്കെതിരെ, ഇപ്പോൾ മുന്നണിക്കെതിരെ ഇപ്പോൾ വരുന്ന ആക്രമണങ്ങൾ, പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായ നിലപാട്, ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുന്നതിൽ ഏറ്റവും പ്രധാനമാണ്. അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിനുള്ള പ്രചാരവേലകൾ കുറേ കാലമായി ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ആ പ്രചാരവേലകൾ ചിലത് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു. അതിന് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ വരുന്നു. ഇതിലെല്ലാം CPM-ന് ഒരേ നിലപാടാണുള്ളത്. അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിലും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. രാഷ്ട്രീയ തീരുമാനമല്ലല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, പല ഉദ്യോഗസ്ഥന്മാർ എന്തിനു കണ്ടു, അതാണ് കണ്ടോ എന്നുള്ളതല്ല, എന്തിനു വേണ്ടിയാണ് കണ്ടിട്ടുള്ളത്. അതിപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ കണ്ടെന്ന് വരാം, മീറ്റിങ്ങുകൾ നടത്തിയെന്ന് വരാം. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കുകയാണല്ലോ. ആ പരിശോധനയിൽ തെറ്റായ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കും. നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്നതാണ്. ഇതൊരു നിർമ്മിതി കുറച്ചു കാലമായിട്ട് ചില സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബോധപൂർവമാണ്. CPM-ന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ അതിനെ ദുർബലപ്പെടുത്താനാണ് ആ ശ്രമം നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ BJPക്ക് ഇത്തിരി സ്വാധീനം കൂടിയിട്ടുണ്ട്, മറ്റാളുകൾക്ക് സ്വാധീനമുണ്ട്, മുസ്ലിം പേരിൽ പറയുന്ന മതമൗലികവാദ സംഘടനകൾക്ക് സ്വാധീനമുണ്ട്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പോലീസ് ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളിലും സാന്നിധ്യത്തിൽ കാണാൻ കഴിയും. കാരണം ഈ സമൂഹത്തിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അത്തരം ആശയങ്ങളുള്ള ആളുകൾ ഇതിനകത്തെല്ലാം വരും. എന്നാൽ നിലപാടെവിടെ? UDF-ൻ്റെ കാലഘട്ടത്തിൽ പോലീസിനെ നയിച്ചയാൾ പിന്നീട് ഞങ്ങൾ മാറ്റിയപ്പോൾ UDF ഉൾപ്പെടെ പിന്തുണച്ചയാൾ BJPയുടെ പ്രധാന ആളായില്ലേ? സിവിൽ സർവീസിന് പലരും പോയില്ലേ പോലീസ്? അപ്പോൾ ഇത് ഇന്ത്യയിലും നടക്കുന്നുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്. അത് കുറവാണ് കേരളത്തിൽ. ഇപ്പോൾ ജഡ്ജിമാരുടെ തന്നെ സമ്മേളനം വിളിച്ചു ചേർത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. പക്ഷെ നയം നിലപാട് എങ്ങനെ സ്വീകരിക്കപ്പെടും? അതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കൊലപാതകം ഉണ്ടായി, പാലക്കാട് കൊലപാതകം ഉണ്ടായി. അത് പടരാതെ, കലാപങ്ങളിലേക്ക് പോകാതെ കേരളത്തിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് പോലീസിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും മതനിരപേക്ഷ നിലപാടാണ്. ഈ കഴിഞ്ഞ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വന്നതിന് ശേഷം കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? അത് ഈ മതനിരപേക്ഷ നിലപാടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കോളൂ, മാധ്യമങ്ങൾ വേണമെങ്കിൽ അതിൽ പങ്കു ചേർന്നോളൂ, അല്ലെങ്കിൽ മാറി നിന്നോളൂ. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള മതനിരപേക്ഷ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം, അതിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടത്.